കൊച്ചിയിൽ സ്വകാര്യ ബസ്സിൽ യുവാവിന്റെ ഗൂണ്ടായിസം ചുറ്റികയുമായി എത്തി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അവസാനമാണ് നിന്റെ നിന്റെ അവസാന കഥ ഒന്നാമത്തെ ഗുണ്ടെന്നുള്ള പേര് വീണ് ഇതിൽ കൂടുതൽ ഗുണ്ടായിസം കാണിക്കാൻ എനിക്ക് പറ്റൂല വച്ചാണ്. കൈമാറ്റി മാറ്റടാ, എന്റെ പാട്ടിയാക്കാം. സെറ്റൊക്കെ ഓഫ് ചെയ്തോ, ഞാൻ പാടാം. അമുതക്കാട് ഉണക്കുതോ, ആറാമണി ഉണക്കുതോ, ഏ കൺമണി ഉണക്കുതോ, ഏ തങ്കോ ഉണക്കുതാണ്. ശ്യാംകുമാർ വിശദാംശങ്ങളുമായുണ്ട്. ശ്യാം, ഇത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മാനസികാസ്വാസ്ഥ്യമുണ്ടോ, അതോ ലഹരിയിലായിരുന്നോ? എന്താണ് ഇതിനൊക്കെയുള്ള കാരണം? പോലീസ് ഇയാളെ പിടിച്ചോ? അനുജ, ഈ കഴിഞ്ഞ 4-ാം തീയതി, ഈ മാസം 4-ാം തീയതി നടന്ന സംഭവമാണിത്. കളമശ്ശേരിയിൽ നിന്ന് വൈറ്റിലേക്ക് പോകുന്ന ബസ്സിനുള്ളിലാണ് ഈ യുവാവ് ചുറ്റികയുമായി എത്തുകയും ആ ബസ്സിലെ യാത്രക്കാരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇയാളെ ആരും പ്രകോപിപ്പിക്കുന്നില്ല. പക്ഷേ ഇയാൾ ഗുണ്ടയാണ് എന്ന് സ്വയം വിളിച്ചു പറയുകയും ആ ചുറ്റികയുമായി ബസ്സിൽ കയറാൻ വരുന്നതോട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പ്രകോപിതനായിരുന്നെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പരിക്ക് പറ്റാവുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ യാത്രക്കിടയിൽ തന്നെ ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഉൾപ്പെടെ ഇതാരാണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യുവാവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. ബസ്സിലെ യാത്രക്കാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്തു വിടുന്നത്. ഏതായാലും ഒരു സ്വകാര്യ ബസ്സിൽ, അതും കൊച്ചി പോലുള്ളൊരു നഗരത്തിൽ പട്ടാപ്പകലാണ് ഒരു ബസ്സിനുള്ളിൽ ഒരു യുവാവ് ഇത്രയും യാത്രക്കാരെ ചുറ്റികയുമായി കയറി ഭീഷണിപ്പെടുത്തുകയും ബസ്സിനുള്ളിൽ കുറച്ചധികം നേരം വലിയൊരു രംഗം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. അനുജ, കൊച്ചിയിലാണ് നഗരമധ്യത്തിൽ സ്വകാര്യ ബസ്സിൽ യുവാവ് ഗുണ്ടായിസം കാട്ടിയത്. ഈ മാസം 4-ാം തീയതിയായിരുന്നു സംഭവം. ചുറ്റികയുമായി എത്തി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി പാട്ട് പാടുന്നു. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. പിന്നീട് ഒരു ഘട്ടം എത്തുമ്പോൾ അയാൾ സ്വമേധയായി ബസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. ഏതായാലും ആശങ്കയുണ്ടാക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഈ സമയം ഈ യുവാവ് ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് സമ്മാനിച്ചത്.